ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹാഭിവാദനങ്ങൾ. പ്രിയ സ്നേഹിതരെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരോ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. അതിനാധാരമായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് അഥവാ ബൈബിളിൽ നിന്ന് ഒരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവെഴുത്താണ്. ആ തിരുവെഴുത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു: അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു, എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല എന്ന ഒരു വചനമാണ് അവിടെ രേഖപ്പെടുത്തി കാണുന്നത്. ബാബിലോണിയ പ്രവാസത്തിന് അറുതി വരുത്തിക്കൊണ്ട് 3 ഘട്ടങ്ങളായി ജെറുസലേമിലേക്ക് മടങ്ങി വന്ന യഹൂദജനം, അതിൻ്റെ 2-ാമത്തെ ഘട്ടത്തിന് നേതൃത്വം വഹിച്ച അനുഗ്രഹീതനായ ദൈവദാസനായിരുന്നു നെഹമ്യ എന്ന കർത്തൃദാസൻ. ആ ദൈവഭൃത്യൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ജനാവലി ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് കടന്നു വന്നു. അവിടെ അനേക പതിറ്റാണ്ടുകളായി തീ വെച്ച് ചുട്ടും തകർന്നും ആ സമൂഹത്തിന് വളരെ വേദന ഉളവാക്കുന്ന നിലയിൽ തകർന്നടിഞ്ഞു കിടന്ന യെരൂശലേമിൻ്റെ നാശോന്മുഖമായ സ്ഥിതിക്ക്, വിശേഷിച്ച് ആ പട്ടണത്തിൻ്റെ യെരൂശലേമിൻ്റെ മതിലിനെ പണിത് പുനരുദ്ധരിക്കാൻ വേണ്ടി, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആ ദൈവവേലയ്ക്ക് വേണ്ടി നെടുനായത്വം വഹിക്കാൻ ദൈവത്താൽ അഭിഷേകം ചെയ്ത കർത്താവിൻ്റെ ദാസനായിരുന്നു നെഹമ്യാവ് എന്ന ദൈവഭൃത്യൻ. അദ്ദേഹത്തോട് ചേർന്ന ഈ മഹനീയമായ ശുശ്രൂഷയിൽ ചുമൽ കൊടുക്കാൻ യഹൂദയിൽ അന്നുണ്ടായിരുന്ന ധാരാളം ആളുകൾ, അദ്ദേഹത്തോടൊപ്പം കടന്നു വന്നവരും അദ്ദേഹത്തിന് മുമ്പ് കടന്നു വന്നവരുമായ നിരവധി ആളുകൾ ഈ പരിശ്രമത്തിൽ അക്ഷീണമായ നിലകളിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ ഉദ്യമത്തിൽ നിരവധി ആളുകൾ ഭാഗവാക്കുകളായി തീർന്നു. നാം 3-ാം അധ്യായം മുതൽ വായിക്കുന്നത് 3-ാം അധ്യായത്തിന് മുഴുവൻ ചരിത്രത്തിൻ്റെയും പ്രമേയം എങ്ങനെയാണ് യെരൂശലേമിൻ്റെ മതിലിന് വേണ്ടി ധാരാളം ആളുകൾ അവരുടെ ഭാഗധേയത്വം നന്നായി നിർവഹിക്കുന്നതാണ് ആ അധ്യായത്തിൻ്റെ പ്രമേയം തന്നെ. ആ അധ്യായത്തിൻ്റെ ആ വിവരണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വാചകമാണ് 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആ വാചകം മാത്രം അല്പം വ്യത്യസ്തമായി നിലകൊള്ളുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തുകൊണ്ടിരുന്ന ധാരാളം ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സമൂഹം, തെക്കോവ്യർ, ആ ദേശത്തിലെ തെക്കോവ്യയിലുള്ള എല്ലാ ജനങ്ങളും ഈ മതിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ തെക്കോവ്യയിലെ ശ്രേഷ്ഠന്മാരായ ആളുകൾ അവർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല എന്ന വളരെ വേദന ഉളവാക്കുന്ന അതേ പ്രസ്താവന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തുകയാണ്. ഇവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചന ശ്രേഷ്ഠന്മാരെന്നൊരു പദം പ്രയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഒരു കാലഘട്ടങ്ങളിൽ അവർ കർത്താവിന് വേണ്ടി നന്നായി പ്രയോജനപ്പെട്ടവരും വിശ്വസ്തരുമായൊക്കെ നിന്ന ആളുകളായിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ആ പദം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തുവാനായിട്ട് തുനിഞ്ഞിരുന്നത്. ഈ ശ്രേഷ്ഠന്മാരായ ആളുകൾ, അവരുടെ ചിന്താഗതി എന്തോ വളരെ വ്യത്യസ്തമായിരുന്നു ആ സന്ദർഭത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. ഞങ്ങൾ കൂടെ അധ്വാനിച്ചില്ല എങ്കിൽ കർത്താവിന് വേല നടക്കുകയില്ല എന്നൊരു ചിന്ത അവരുടെ ഹൃദയത്തിൽ എങ്ങനെയോ കടന്നു വന്നിരിക്കുന്നു. ഒരുപക്ഷെ നെഹമ്യാവിനുള്ള വ്യക്തിപരമായ വിരോധമാണോ മറ്റ് ഏതെങ്കിലും ചേതോവികാരമാണോ അവരെ ഭരിച്ചതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ആ ശ്രേഷ്ഠന്മാരായ ആളുകളെക്കുറിച്ച് ഇങ്ങനെ എഴുതുകയാണ്: അവർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. പ്രിയ സ്നേഹിതരെ, ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നെ ശബ്ദം കേൾക്കുന്ന സകലരുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ദൗത്യം കർത്താവിൻ്റെ വേലയ്ക്ക് വ്യത്യസ്തമായ നിലകളിൽ ചുമൽ കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ താങ്കൾ പാസ്റ്ററായിരിക്കാം, ഒരു സഭാ മെമ്പറായിരിക്കാം, കർത്താവിനെ രക്ഷിതാവും നാഥനുമായ ഹൃദയത്തിൽ ഏറ്റ വ്യക്തിയായിരിക്കാം. ഏതെല്ലാം നിലകളിൽ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി ശുശ്രൂഷ ചെയ്യാൻ ദൈവം നമുക്ക് വിവിധങ്ങളായ അവസരങ്ങൾ ഒരുക്കി തരുമ്പോൾ നിങ്ങളുടെ സമീപനം എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് പുകഴ്ചയായ ഒരു വാചകം പരിശുദ്ധാത്മാവിന് പറയാൻ കഴിയുമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തെക്കോവയിലെ പ്രഭുക്കന്മാരായ ആളുകളെക്കുറിച്ച്, അവിടുത്തെ ശ്രേഷ്ഠന്മാരായ ആളുകളെക്കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചു: അവർ കർത്താവിന് വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ സഭാ ശുശ്രൂഷകളിൽ
താങ്കളുമായി ബന്ധപ്പെട്ടുള്ള ദൈവരാജ്യത്തിന് സകല വേലകളോടുള്ള ബന്ധത്തിലും പ്രയത്നങ്ങളോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിന് താങ്കളെക്കുറിച്ച് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം പറയുവാനായിട്ട് സാധ്യമായി തീരട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ മനുഷ്യർ, ഈ ശ്രേഷ്ഠന്മാരെന്ന് നടിച്ച ആളുകൾ കർത്താവിന് വേലയ്ക്ക് ചുമൽ കൊടുക്കാതിരുന്നത് വലിയൊരു പാതകമായിട്ട് തന്നെയാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. പ്രിയ സ്നേഹിതരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, കർത്താവിൻ്റെ സഭയുമായി ബന്ധപ്പെട്ട എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമായി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവിന് വേലയ്ക്ക് നമ്മളാൽ ആവോളം ചുമൽ കൊടുക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, പണം, ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള എല്ലാ സാമർഥ്യങ്ങളും ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിർലോഭമായി കൊടുക്കുവാനും ചെലവിടുവാനായിട്ടും നമുക്ക് സാധ്യമാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം ചെയ്യുന്ന പക്ഷം കർത്താവ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയാതിരിക്കത്തില്ല. സങ്കീർത്തനം 16:5 നമ്മൾ ഇങ്ങനെ 16:3 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. കർത്താവിൻ്റെ വേലയ്ക്ക് നിർലോഭമായ നിലകളിൽ ചുമൽ കൊടുക്കുവാൻ നാം ഉത്സാഹം കാണിച്ചാൽ നിശ്ചയമായും ഈ സങ്കീർത്തനത്തിലെ ഈ വചനം പോലെ ദൈവം നമ്മളോട് സംസാരിക്കാനും നമ്മളെക്കുറിച്ച് പറയുവാനും ഇടവരും. നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളുമെല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകുവാനായിട്ട് ഉത്സാഹം കാണിക്കാം. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 42-ാമത്തെ തിരുവെഴുത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, വൈകുന്നേരമായപ്പോൾ ശബ്ബത്തിന്റെ തലേനാളായി ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തിയിലെ യോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. യേശുവിനെ ക്രൂശിൽ തറച്ച് കൊന്നതിന് ശേഷം ആര്യമാരും ആ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി ശവക്കല്ലറകളിൽ മനോഹരമായ അന്ത്യോപചാരം അർപ്പിച്ച്, ആദരപൂർവമായ അന്ത്യോപചാരം അർപ്പിച്ച് യേശുവിനെ ശവസംസ്കരിക്കുവാനായിട്ട് തയ്യാറാകാതെ പലതും കണ്ട് പേടിച്ച് ഭയപ്പെട്ട് മാറി നിന്നപ്പോൾ ഈ ജോസഫ് എന്ന ഈ അനുഗ്രഹിതനായ മന്ത്രി, ദൈവഭക്തനായ മന്ത്രി, അദ്ദേഹം ധൈര്യത്തോടെ ഗവർണറായിരിക്കുന്ന പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ഭൗതിക ശരീരം ചോദിച്ചു വാങ്ങി ആദരവോടെ താൻ വെട്ടിയുണ്ടാക്കിയ ശവക്കല്ലറയിൽ താൻ എല്ലാ ബഹുമാനത്തോടും കൂടെ, എല്ലാ ആദരവോടും കൂടെ യേശുവിൻ്റെ ഭൗതിക ശരീരത്തിന് വിട ചൊല്ലാനിടയായി. സ്നേഹിതരെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ ധനകാര്യമന്ത്രിയായ ഈ ഭക്തനായ ഈ ശ്രേഷ്ഠമന്ത്രിയായ ദൈവരാജ്യത്തെ കാത്തിരുന്ന അരിമത്തിയിലെ ജോസഫ് കാണിച്ചത് അനുഗ്രഹീതമായ മാതൃകയാണ്. കർത്താവിന് വേലയ്ക്കുള്ള നല്ലൊരു കൈത്താങ്ങലാണ് ആ ദൈവവൃത്തിൽ കൊടുക്കുവാനിടയായി തീർന്നത്. യേശു കർത്താവിൻ്റെ കുരിശും വഹിച്ചുകൊണ്ടുള്ള കാൽവരിയിലെ മലമുകളിലേക്കുള്ള യാത്രയിൽ വഴിയിൽ ഇടയ്ക്ക് വെച്ച് ആ ക്രൂശ് അല്പമൊന്ന് ചുമക്കാൻ ഭാഗ്യം ലഭിച്ച കുറേനക്കാരനായ ശിമോനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ബഹുദൂരം ആ ക്രൂശ് ചുമന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ കർത്താവിന് വേലയിൽ അദ്ദേഹം കാണിച്ച ആ അനുഗ്രഹീതമായ പ്രവൃത്തി ദൈവം അദ്ദേഹത്തിന് നന്മയായി കണക്കിട്ടു എന്ന് നാം കർത്താവിൻ്റെ വചനത്തിൽ കൂടെ പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. സ്നേഹിതരെ, ദൈവമക്കളെ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം നമുക്ക് തരുന്ന എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു നല്ല കൈത്താങ്ങൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന സന്ദേശത്തിൻ്റെ കേന്ദ്ര ബിന്ദു അതുതന്നെയാണ്. ദൈവം നമുക്ക് തരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ വേലയ്ക്ക് നിർലോഭമായ നിലകളിൽ നമ്മുടെ സകല കഴിവുകളും സകല താലന്തുകളും ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് എല്ലാവിധമായി പിന്തുണയും കൊടുത്ത് ദൈവരാജ്യത്തിൻ്റെ വികാസത്തിന് വേണ്ടി നമുക്ക് അക്ഷീണം പരിശ്രമിക്കാം. കർത്താവ് ഈ സന്ദേശത്തിലൂടെ എൻ്റെ എല്ലാ ശ്രോതാക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.